ഇന്ന് ഓസ്ട്രേലിയൻ ടീമിനെതിരെയാണ് ഇംഗ്ലണ്ട് കളി തോറ്റിരിക്കുന്നത്. ബട്ട്ലർ ഇന്ന് നല്ല കളിയാണ് കാഴ്ചവെച്ചത്. 42 റൺസ് ബട്ട്ലർ അടിച്ചുകൂട്ടി. പക്ഷെ ബാക്കി ആരും തന്നെ ഫോമായില്ല. ആദ്യത്തെ 7 ഓവറിൽ നിന്ന് 70 റൺസ് ഇംഗ്ലണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ട് മെല്ലെയായി. അവസാനം 20 ഓവറിൽ കളി അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. 6 വിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇന്ന് കളി തോറ്റ ശേഷം ക്യാപ്റ്റൻ ബട്ട്ലർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് കളി തോറ്റ ശേഷം ബട്ട്ലർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യത്തെ 7 ഓവർ ഞാൻ അടിച്ചു കളിച്ചതാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള താരങ്ങൾ മോശം കളി കാഴ്ചവെച്ചു. ബാറ്റിങ്ങിൽ ഞങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞങ്ങൾ ഇന്ന് കളി തോൽക്കാൻ കാരണമായത്. ഓസ്ട്രേലിയൻ ടീമിനെ ഒരിക്കലും 200 റൺസിൽ എത്തിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ IPL ഒരുപാട് മത്സരങ്ങൾ ഇപ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ ടീമിൽ സഞ്ജുവിനൊപ്പം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ സാധിച്ചു. ഞാൻ രാജസ്ഥാൻ ടീമിൽ എങ്ങനെയാണ് കളിക്കാറ് അതുപോലത്തെ പ്രകടനമാണെന്ന് ഓപ്പണിങ്ങിൽ കാഴ്ചവെച്ചത്. പക്ഷേ ഒരു മത്സരമാകുമ്പോൾ എല്ലാ താരങ്ങളും ഫോമാകണം. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. കളി തോറ്റതിൽ ഒരുപാട് വിഷമമുണ്ട്. തെറ്റുകൾ കണ്ടെത്തി പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ബട്ട്ലർ വ്യക്തമാക്കി. അങ്ങനെ ഇംഗ്ലണ്ട് തോറ്റിരിക്കുകയാണ്. ഓസ്ട്രേലിയ ഇന്ന് 36 റൺസിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയത്. 20 ഓവറിൽ 201 റൺസാണ് ഓസ്ട്രേലിയ അടിച്ചുകൂട്ടിയത്. എന്നാൽ സെക്കൻഡ് ബാറ്റിങ്ങിൽ വിക്കറ്റ് കയ്യിലുണ്ടായിട്ടും ഇംഗ്ലണ്ട് ടീമിനെ ജയിക്കാൻ സാധിച്ചില്ല. ടെസ്റ്റ് പോലെയാണ് ഇംഗ്ലണ്ട് ഇന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട്ലർ മാത്രമാണ് ഒന്ന് ഫോമായത്. രാജസ്ഥാൻ ടീമിൽ എങ്ങനെയാണ് കളിക്കാറ് അതുപോലെ ഇന്ന് ബട്ട്ലർ അടിച്ചു കളിച്ചു. ബാക്കി എല്ലാ താരങ്ങളും ഫ്ലോപ്പായി. സാൾട്ട് ഓപ്പണിങ്ങിൽ കുറച്ചു നേരം പിടിച്ചു നിന്നു. പക്ഷേ ഇന്നത്തെ ഓസ്ട്രേലിയൻ ടീമിന്റെ കളി എടുത്തു പറയേണ്ടതാണ്. അവരുടെ ടീമിൽ ബാറ്റ് എടുത്തവരെല്ലാം തന്നെ അടിച്ചു കളിച്ചു. എല്ലാവരും ഫോമിലാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.